ഗൈസ്, റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്കൊരു അനുഭവം ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു 10 വർഷം മുമ്പേ, 10 വർഷത്തിലധികമായി, ആ ഒരു സമയത്ത് എനിക്ക് വല്ലാതെ കൺപീരിക്കാൻ കൊഴിഞ്ഞു പോവുക, അതുപോലെ കൺപീരി കൊഴിഞ്ഞു പോവുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു എനിക്ക് കൺപീരിക്ക് നമ്മുടെ കൺപോണകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റമൂലികളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, ഇതൊന്നും മാറിയിട്ടൊന്നുമില്ല. ഞാൻ എന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അത് ഞാൻ കുറച്ച് എന്തായാലും ചെയ്തു, എനിക്ക് മാറുന്നവരെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെയും വരും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഞാൻ പിന്നെയും അത് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തായാലും മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ കൺപീലികൾ വളർന്നിട്ടുമുണ്ട്. അതുപോലെ എന്താ പറയുക, കൺപീലികം നല്ല വീതിക്ക് ഉണ്ടായിട്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് അറിയാൻ പറ്റും, നല്ല വീതിയുള്ള പിരികവും നല്ല കട്ടിക്കുള്ള കൺപീലികളാണ് എനിക്ക്. കല്യാണത്തിനൊക്കെ മണവാട്ടിമാരെപ്പോഴും കൃത്രിമമായിട്ട് ഐലാഷസ് വെക്കാറാണ് പതിവ്. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് ഐലാഷസ് വെക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് നോർമലി നാച്ചുറലായിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് മസ്കാര ഇട്ടപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൺപീലി ഉണ്ടാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വേറെ ഒന്നുമല്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് മുരിങ്ങയില ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയുടെ സീസണാണ്, മുരിങ്ങക്കായുടെ സീസണാണ്. അപ്പോൾ മുരിങ്ങയിലയുടെ തളിരില നോക്കിയിട്ട് നുള്ളിയെടുക്കുക. കുറച്ചെന്തായാലും നമ്മുടെ കൺപീലിക്ക് ആയതുകൊണ്ട് ഒരുപാട് എമൗണ്ടിലൊന്നും വേണ്ട, നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇങ്ങനെ ഒരു പിടി തളിരില വാരിയെടുത്തതിന് ശേഷം പൊട്ടിച്ചെടുത്തിട്ട് നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് ചെറിയൊരു സ്പൂണിലാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ ആവണക്കെണ്ണ ചേർക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം ഈ മുരിങ്ങയിലയുടെ തളിരിലയും ആവണക്കെണ്ണയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കൈവിരലുണ്ടല്ലോ, ഈ 2 വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് അതിങ്ങനെ തടവി കൊടുക്കുക. നമ്മുടെ പിരികത്തിലും അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ പോളകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തടവി കൊടുക്കുക. കണ്ണിൻ്റെ അകത്ത് ആവണ്ട കേട്ടോ, കാരണം ആവണക്കെണ്ണയാണ്, എണ്ണ ആയതുകൊണ്ട് നമുക്ക് കണ്ണിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ പോളയുടെ പുറത്തായിട്ട് നല്ലപോലെ തടവി കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കഴുകി ഒഴിവാക്കുക. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അത് കഴുകി ഒഴിവാക്കുക. അല്ലെങ്കിൽ മുഖത്തൊക്കെ എണ്ണയായിട്ട് കുരുവൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ പകലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം, അതായത് കുറച്ച് മണിക്കൂറുകൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊഴിച്ചിൽ നിൽക്കും. കാരണം ചിലപ്പോൾ തലയിൽ താരനുള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പൊടി അടിച്ചതുകൊണ്ടാവാം, അവിടുത്തെ ഓപ്പൺ പോർസ് ഒക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ കൊഴിഞ്ഞു പോയിട്ടുള്ള രോമകൂപങ്ങൾ ചിലപ്പോൾ പൊടിയോ അഴുക്കൊക്കെ വന്നിട്ട് അടഞ്ഞു പോയിട്ട് അതിൻ്റെ ഗ്രോത്ത് നിന്ന് പോയതാവാം. എന്തോ ആയിക്കോട്ടെ, നല്ലപോലെ മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം നമ്മുടെ പിരികത്തിലും കൺപീലിയിലും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.